അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 500 ml പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ മിൽമയുടെ പാലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ ഏത് പാൽ വേണമെങ്കിൽ എടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ തരിയോട് കൂടി തന്നെയാണ് പഞ്ചസാര മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നേക്കാളും പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ യെല്ലോ കളറായി മാറാനൊക്കെ പൊടിച്ച പഞ്ചസാര ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ മുന്നേ ഇതേപോലെ തരിയോട് കൂടി തന്നെ ഇട്ട് കൊടുത്ത പഞ്ചസാര പൊടിക്കാതെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വറ്റി വന്ന സമയത്ത് ഒരു ക്രിസ്റ്റൽ മോഡലായിപ്പോയി, ഈ ഒരു തരിതരിയൊക്കെ ആയിപ്പോയി മിൽക്ക് മെയ്ഡ്. അപ്പോൾ അങ്ങനെ ഞാൻ പൊടിച്ച പഞ്ചസാര വെച്ചിട്ട് നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നല്ല എളുപ്പം തന്നെ മിൽക്ക് മെയ്ഡായിട്ട് കിട്ടി. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ഈ പാല് വറ്റി കിട്ടണം. അപ്പോൾ ഒരു പകുതി വരെ വറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മീഡിയത്തിൽ ഇട്ടിട്ട് വേണം പിന്നെ ബാക്കി വറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഇപ്പോൾ ഏകദേശം ഒരു പകുതിയുടെ അടുത്ത് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിൽക്ക് മെയ്ഡിൻ്റെ കളറും ഏകദേശം ഒരു മഞ്ഞ കളറായി മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇനി ബാക്കി വറ്റിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. നമുക്ക് ശരിക്കും മിൽക്ക് മെയ്ഡ് നല്ല മിൽക്ക് മെയ്ഡിൻ്റെ കളറ് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. ആ ഒരു കളർ എത്തുന്ന വരെ ഇച്ചിരി ഒരു ക്രീം കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്ക് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റി പോകാൻ പാടില്ല. കാരണം ഒരുപാട് വറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളത് തണുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായി പോവും. അപ്പോൾ ആ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ലൂസ് അതിന് വരണം. അപ്പോൾ അതിന് പാകത്തിന് വേണം നമ്മളത് വറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് തിക്കാവുന്ന വരെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കൂടി ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് അടുപ്പത്ത് തന്നെ വയ്ക്കാം. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഏകദേശം ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇളക്കുന്ന തവി വെച്ചിട്ടൊന്ന് ഒഴിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുക അതിൻ്റെ ആ ഒരു തിക്ക് പാകത്തിന് എടുക്കുക കേട്ടോ. എപ്പോഴും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. വറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടിയിടരുത്. പാകത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു പാകത്തിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിതിനകത്തോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മഞ്ഞ കളർ ഇതേപോലെ കുറച്ചുകൂടി കളർ കിട്ടാൻ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഗ്ലാസ് ജാറിലോ കുപ്പികളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സാധാരണ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ എടുത്തു വയ്ക്കുന്ന പോലെ തന്നെ എടുത്തു വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് പഴയ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ നമ്മൾ ഉപയോഗിച്ച് കഴുകി വെച്ചിട്ടുള്ള പാത്രത്തിലാക്കി കൊടുത്താലും നല്ലതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.